ഹലോ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ന്യൂ ഇയർ വ്ളോഗാണ്. വലിയ അടിപൊളി ന്യൂ ഇയർ ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ന്യൂ ഇയർ ആണ്. കാരണം എന്ന് വെച്ചാൽ മക്കളെയും കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ചാൽ ബീച്ചിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ അടിപൊളി DJ ആണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, അത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ 11-11:30 ആകുമ്പം ആളെ കൊണ്ട് നിറയും ഗൈസ്. അതാണ് സംഭവം നടക്കുക ഇവിടെ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയുണ്ട്. കാരണം നമ്മൾ DJ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ മക്കളെയും കൊണ്ട് പോകുമ്പോൾ മക്കളാകെ പിതുങ്ങിപ്പോകും. അത്ര ക്രൗഡാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ണൂരിൽ ഇങ്ങനെ തിരക്ക് ഈ ഒരു ബീച്ചിൽ ഈ ഒരു ന്യൂ ഇയർ സമയം എന്തായാലും ഉണ്ടാവും. അപ്പം നമുക്കത് അറിയാം. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് അവിടുന്ന് തിന്നാനൊക്കെ വാങ്ങിച്ചു. പിന്നെ DJൻ്റെ സെക്ഷനിൽ കയറിയില്ല കേട്ടോ. ലാസ്റ്റ് പോകുമ്പം കയറി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമുക്ക് അവിടെ പോയിട്ട് തുള്ളാനോ പിടിക്കാനോ കഴിയില്ല. ഞാനും എൻ്റെ ചേച്ചി മാത്രമേ ഉള്ളൂ. രണ്ടാൾക്കും മക്കളുണ്ട്, വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ലിമിറ്റേഷൻ ഉണ്ടല്ലോ. പിന്നെന്ന് പറഞ്ഞാൽ 9:30-10 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്തായാലും ലേറ്റായ സമയം മക്കൾക്ക് എന്തായാലും ഉറക്കം വരുമല്ലോ. എന്നായാലും അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് മുഖം കാണിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ പരിപാടി ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. DJ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. കാരണം നമുക്ക് മക്കളെയും കൊണ്ട് പോകാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് നമ്മളവിടെ കിഡ്സ് സെക്ഷന് മറ്റേ ഈ ഒരു കളിപ്പാട്ടത്തിൻ്റെ അവിടേക്ക് പോയി മക്കൾക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു. സാവിയുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അവർ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇപ്പം ആൾ ഉറങ്ങും. ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാണ് ആ ബോക്സിൻ്റെ അകത്ത് ഇരിക്കുക എന്നുള്ള ചിന്തയിലാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് DJൻ്റെ അവിടെയൊന്നും പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് നമ്മളവിടെ മക്കളെ ആ ഒരു സെക്ഷനൊക്കെ പോയി. പിന്നെ ഒന്ന് ജസ്റ്റ് കടലൊക്കെ കാണിച്ചു. അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ ചില്ലായിട്ട് വരുവേത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ല DJ പരിപാടിയൊന്നും ഉണ്ടാകുമ്പോൾ മക്കളെയും കൂടിയിട്ട് പോലെ നടക്കൂല. നല്ല ചില്ലായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകണം. അതാണ് ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ആളൊക്കെ എത്തിയത്. ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വന്ന ആളാണ്. നമ്മൾ പോകുമ്പോൾ കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പം നടുക്കുന്ന ജനങ്ങളാണ്. എനിക്ക് ഒരു ഷൂട്ട് പോലും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ മോനെ ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ ചേച്ചിയും മോനും കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. നമുക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ആൾക്കാർ ഇനി വരും. പിന്നെ അവിടെ ഒരു നല്ലൊരു ക്യൂട്ട് ടോയ് കണ്ടിട്ടുണ്ടായിരുന്നു, തവള. അത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ സൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ തുള്ളി പോകുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ സാവിക്കായിരിക്കും ഇത് ഇഷ്ടപ്പെടുക. കാരണം എന്ന് വെച്ചാൽ അവന് പറയേണ്ട പ്രായമായിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ ടോയ് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ടോയൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് തിരിയുമ്പോണ്ട് ഈ ഭഗവാനെ അടിപൊളി ജനങ്ങളിങ്ങനെ അടിച്ചു വരുന്നു ഗൈസ്. അപ്പോൾ നമ്മളവിടെ അധികം പെരങ്ങാൻ വേണ്ടി നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പെരങ്ങി കഴിഞ്ഞാൽ നമ്മളെന്തായാലും അവിടെ കുടുങ്ങും. നമ്മളിങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ സെൽഫീസും കാര്യങ്ങളും പിന്നെ മക്കളെ കൂട്ടിയിട്ട് ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് നിന്ന് നമ്മളങ്ങനെ മടങ്ങി. അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ 12 മണിയാകുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. ഞാനും സാവിയും ഇഷ്ടമല്ലാണ്ട് സാവി കേക്ക് മുറിച്ചു കേട്ടോ. കാരണം അവന് നല്ല ഉറക്കമുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു ചെറിയ ന്യൂ ഇയർ. നിങ്ങൾ ന്യൂ ഇയർ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 മണിക്കാണ് സാധാരണ എല്ലാ വർഷവും വീട്ടിലെത്തല്. പക്ഷേ മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ 12 മണിക്കുള്ളിൽ അടങ്ങേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് മോൻ ഉറക്ക് വരും. അങ്ങനത്തെ ഒരു ചിന്ത കൊണ്ട് നമ്മൾ വേഗം വീട്ടിലെത്തി. നമ്മൾ കേക്കൊക്കെ മുറിച്ച് അച്ഛനമ്മക്കോട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ന്യൂ ഇയർ ആഘോഷം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.